അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുമ്പത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ ഇതേപോലെ ഫ്ലെക്സ് വെച്ച് നമ്മളെന്താണ് ഭയങ്കര പൈസ ചിലവാക്കുക എന്നുള്ള ഇതിൽ നിന്ന് നമ്മൾ ഇപ്രാവശ്യം ഇതേപോലെ നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തപ്പോൾ പല ആളുകൾ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ നമുക്ക് ആദ്യം ചില ആളുകളൊക്കെ ചെറിയ ഇതുണ്ടെന്നുണ്ടെങ്കിൽ പോലും പിന്നെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി ഇതാണ് ഏറ്റവും നല്ലത്. എന്തിനാണ് നമ്മൾ കുറേ പൈസ ചിലവാക്കി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മൾ ആവേശം വേണം. ആവേശത്തിന് പുറമെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോഴല്ലേ അതൊന്നുകൂടെ നമ്മൾ ഇതാവുക. ഫ്ലക്സ് വെക്കുന്നതിനപ്പുറത്ത് സന്നദ്ധ പ്രവർത്തനം കൂടി അതെ അതെ അതെ. നാടാകെ ഫുട്ബോൾ ലഹരിയിലാണ്, ഫുട്ബോളിൻ്റെ ആവേശത്തിലാണ്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തിൻ്റെ ഓരോ ഏരിയകളിലും ഓരോ ഗ്രാമങ്ങളിലും വലിയ ആവേശത്തിലാണ് ഫുട്ബോൾ പ്രേമികൾ. പ്രത്യേകിച്ച് ഫാൻസ് ഫൈറ്റുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും വലിയ തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ ആണ് പല ഫാൻസുകളും വെക്കുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനം അർജൻറ്റീന ഫാൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തി എന്നുള്ളതാണ്. അത് മലപ്പുറത്തെ രാമപുരം തെക്കേപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തുള്ള കുറച്ച് അർജൻറ്റീന ആരാധകർ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവർ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഈ ഫാൻസ് ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് വെക്കുന്ന ഈ ഫ്ലക്സിൻ്റെ പണം ഉപയോഗിച്ച് സമീപത്തെ ഒരു ബഡ്സ് സ്കൂളിലേക്ക് ഇന്ന് ഉച്ചഭക്ഷണം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ചൊവ്വണ പുഴക്കാട്ടിരി പഞ്ചായത്തിലെ ചൊവ്വണ ബഡ്സ് സ്കൂളിലേക്ക് ഒരു ദിവസത്തെ ഉച്ചഭക്ഷണം നൽകി മാതൃകയായിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ ഫാൻസ് ഫൈറ്റ് എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ ഏറ്റവും വലിയ ഫ്ലക്സ് വെക്കാനുള്ള മത്സരമാണ് നടക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത്? ഒന്നുമില്ല, ഞങ്ങൾ പ്രവർത്തകരെല്ലാം കൂടി നമ്മൾ അർജൻറ്റീന ഫാൻസ് അസോസിയേഷൻ്റെ ആളുകളെല്ലാം കൂടി ചേർന്നിട്ട് ചോദിച്ചു, നമുക്ക് വലിയ ഫ്ലക്സ് വെക്കുന്നതിനേക്കാളും നല്ലത് നല്ലൊരു സന്നദ്ധ പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എങ്ങനെ വെച്ചപ്പോൾ നമുക്ക് പറഞ്ഞു ബഡ്സ് സ്കൂളിൽ ഒരു ദിവസത്തെ ഭക്ഷണം ഉച്ചഭക്ഷണം നമുക്ക് കൊടുക്കാം. നമ്മൾ കുട്ടികൾ പുഴക്കാട്ടി പഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ ഇവിടെയാണ്, ചൊവ്വാണെന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടുത്തെ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആഘോഷിക്കാം ഈ ഒരു വേൾഡ് കപ്പിനെന്നുള്ളത് ഒരു ആസൂത്രണം ചെയ്ത് അങ്ങനെ വന്നതാണ്. മെമ്പർ കൂടിയാണ്. ഞാൻ 19 വാർഡിലെ മെമ്പറാണ്. തെക്കേപ്പുറം ഭാഗം ഉൾപ്പെടുന്ന 19 വാർഡിലെ മെമ്പറാണ്. അർജന്റീന ഫാനാണ്. അർജന്റീന ഫാൻസ് അതിന്റെ ഭാഗമായിട്ടാണ് അതെ അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ കൂടെ വന്ന് അങ്ങനെ ഒരു പരിപാടി പങ്കെടുത്തത്. അർജന്റീന ഫാൻസ് അസോസിയേഷന്റെ ഇപ്പം അർജന്റീന കൂടുതൽ ആളുകളുണ്ട് ഏരിയയിൽ. കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുമ്പത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ ഇതേപോലെ ഫ്ലെക്സ് വെച്ച് നമ്മളെന്താണ് ഭയങ്കര പൈസ ചിലവാക്കുക എന്നുള്ള ഇതിൽ നിന്ന് നമ്മൾ ഇപ്രാവശ്യം ഇതേപോലെ നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തപ്പോൾ പല ആളുകൾ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ നമുക്ക് ആദ്യം ചില ആളുകളൊക്കെ ചെറിയ ഇതുണ്ടെന്നുണ്ടെങ്കിൽ പോലും പിന്നെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി ഇതാണ് ഏറ്റവും നല്ലത്. എന്തിനാണ് നമ്മൾ കുറേ പൈസ ചിലവാക്കി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മൾ ആവേശം വേണം. ആവേശത്തിന് പുറമെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോഴല്ലേ അതൊന്നുകൂടെ നമ്മൾ ഇതാവുക. ഫ്ലക്സ് വെക്കുന്നതിനപ്പുറത്ത് സന്നദ്ധ പ്രവർത്തനം കൂടി. അതെ അതെ അതെ. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ അർജന്റീന ഫാൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വേറെ ഫാൻസ് ഇപ്പോൾ ബ്രസീലും പോർച്ചുഗലും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനം. അതെ 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 പ്രചോദനമാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് വന്നത്. ഇപ്രാവശ്യം നമ്മൾ ഫ്ലെക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള ഇത് വന്നത്. അപ്പോൾ അതിന് നമ്മളെ മെമ്പറാണ് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഇത് വന്നു. എല്ലാവരുമാണ് എല്ലാവരും അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികളും നല്ല സപ്പോർട്ടായിരുന്നു. അവർ നമ്മളിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ നമ്മൾ ഗ്രൂപ്പിലൊരു ആവശ്യം ഒരാൾ ഉന്നയിച്ചപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതിനുവേണ്ട ഫണ്ടുകൾ നമുക്ക് കണ്ടെത്താൻ പറഞ്ഞു. നമ്മൾ കണ്ടെത്തി. ഇന്ന് തന്നെ ഇന്നലെ വേൾഡ് കപ്പ് തുടങ്ങിയ രാത്രിയായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് നടത്താനുള്ള നമ്മൾ കൂടുതൽ ഇതുണ്ട് ആരാധകരുണ്ട്. പക്ഷേ ഇന്നെല്ലാം വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് കുറേ ആളുകൾ ഇന്ന് വന്നിട്ടില്ല. കളി കാണാനുള്ള സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ലേഡീസ് ആരാധകർ കൂടിയുണ്ട്. അർജന്റീന ഫാനാണ്. ഇപ്പൊ ഈ നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത്? എന്താ സന്തോഷം തോന്നുന്നു. ഒരു വെറൈറ്റി ആയിട്ട് കുടിക്കാൻ തോന്നി. അതെ അതെ. അർജന്റീന ഫാനാണ്. കട്ടൻ ഫാനാണ്. കളിക്കാരനാരാ? മെസ്സി തന്നെയാണ്. ഏതായാലും ഒരു വൈഫാണ്. അപ്പൊ രണ്ടുപേരും അർജന്റീന ആരാധകരല്ലേ? എന്താ എങ്ങനെ ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ട്. അവര് വലിയൊരു ഫ്ലെക്സ് ആണ് അവിടെ വെച്ചിട്ടില്ലേ പാടത്ത്. നമ്മള് അതിന് പകരം വെറൈറ്റി ആയിട്ട് കുടിച്ചു. ഏതായാലും സാധാരണഗതിയിൽ ഒരു ഫ്ലക്സ് വെച്ചാൽ മറ്റൊരു എതിർ ടീം വലിയ ഫ്ലക്സ് വെക്കാറാണ് പതിവ്. അങ്ങനെ ഫ്ലക്സ് മത്സരങ്ങൾ അല്ലെങ്കിൽ ഫ്ലക്സ് വെച്ചുകൊണ്ടുള്ള മത്സരങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണാറുള്ളത്. എന്നാൽ ഈ രാമപുരത്തെ ഈ ചെറുപ്പക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഇത്തരത്തിലുള്ളൊരു സന്നദ്ധ പ്രവർത്തനമാണ് അവരുടെ ഫാൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്തു തന്നത്. മാതൃകാപരമാണ്, മറ്റുള്ളവർക്കും അനുകരിക്കാവുന്നതാണ്. നമ്മൾ പണം ഇത്തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റീവ് ആവും, അല്ലെങ്കിൽ കൂടുതൽ സന്തോഷം നൽകും എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ ഈ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് അവർ ഒരു നേരത്തെ ഭക്ഷണം നൽകിയിരിക്കുന്നു. അവരുടെ അർജന്റീന ഫാൻസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഭക്ഷണം നൽകിയിരിക്കുന്നത്. ഏതായാലും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് അർജന്റീന ഫാൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ ആവണം, മലപ്പുറം.